നമസ്കാരം, എൻ്റെ പേര് ഇവാന വെസ്ലി. ഞാൻ മഞ്ച BHS സ്കൂളിലെ വിദ്യാർത്ഥിയും ചെയർപേഴ്സണുമാണ്. മഞ്ച BHS സ്കൂളിൽ പഠിച്ച എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഈ സ്കൂളിൽ ഹൈസ്കൂൾ സെക്ഷനിൽ ആദ്യമായി അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥിനിയാണ് ഞാൻ 8ലും 9ലും പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിനടുത്തുള്ള സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാനായി ഞാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. ആ സമയത്ത് എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ശ്രദ്ധിക്കപ്പെടുകയും മന്ത്രിക്കൊരു കത്തയക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് നമ്മുടെ സ്കൂളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്തു. ഇതിനുവേണ്ടി പിന്തുണച്ച മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിനെ നന്ദിയോടെ ഓർക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ഇവാന വെസ്ലി. ഞാൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ മഞ്ചയിലാണ് താമസിക്കുന്നത്. എനിക്കൊരു ആഗ്രഹമുണ്ട്, മഞ്ച സ്കൂളിൽ പഠിക്കണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ 8ാം ക്ലാസ്സിൽ ഇവിടെ അഡ്മിഷന് വേണ്ടി വന്നിരുന്നു. അത് 2022 ജൂൺ മാസത്തിലായിരുന്നു. അതിനുശേഷം 9ാം ക്ലാസ്സിൽ ഞാൻ ഇവിടെ TC വാങ്ങിച്ച് വന്നപ്പോൾ എനിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയില്ല. അടുത്ത വർഷം ഞാൻ 10ലാണ്. അപ്പോഴെങ്കിലും എനിക്കിവിടെ പഠിക്കുവാൻ അവസരം കിട്ടിയിരുന്നാൽ നന്നായിരുന്നു. അതിനുവേണ്ടി പൂർവ്വ വിദ്യാർത്ഥികളുടെയും മറ്റുള്ളവരുടെയും പൂർണ്ണ പിന്തുണ എനിക്ക് വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അടുത്ത വർഷം ഞാൻ 10ാം ക്ലാസ്സിലാണ്. ഇവിടുത്തെ പ്രവേശനോത്സവത്തിൽ എനിക്ക് ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. വിവിധ വർഷങ്ങളിൽ ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളും കൂടി പ്രവേശനോത്സവത്തിൽ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ 10ാം ക്ലാസ്സിലാണ് ആദ്യമായി ഇവിടെ എത്തിയത്. ആൺകുട്ടികൾ മാത്രം മത്സരിച്ചിരുന്ന വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. തുടർന്ന് 11ാം ക്ലാസ് ഞാൻ ഇവിടെ തന്നെ പഠിച്ചു. അടുത്ത വർഷം ഇവിടെ തന്നെ ഉണ്ട്. ഈ സ്കൂളിലെ ചെയർപേഴ്സണാണ് ഞാൻ. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ ഒരു പെൺകുട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇക്കഴിഞ്ഞ SLC പരീക്ഷയ്ക്ക് ആഷ്ന എന്നുള്ള പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത വർഷവും ജെസ്സി എന്ന് പറയുന്ന പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ഇടപെടണം. ഈ അധ്യയന വർഷം ജെസ്സിയോടൊപ്പം ഏതാനും പെൺകുട്ടികൾ പഠിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മുതിർന്ന പുരുഷന്മാരായ പൂർവ്വ വിദ്യാർത്ഥികളോട് ഒരു ചെറിയ പെൺകുട്ടി എന്ന നിലയിൽ എൻ്റെ അഭ്യർത്ഥനയാണിത്.